ആര്യങ്കാവിൽ അമ്മയായിട്ട് ഞാനും എനിക്ക് 64 വയസ്സായി. അപ്പോൾ ഈ 64 കൊല്ലമായിട്ട് ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നതാണ്. കുട്ടിക്കാലം മുതലൊക്കെ കാണുന്നതാണ് ആര്യങ്കാവിൽ വരും. തൊട്ടപ്പുറത്ത് ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ശിവനും ദേവി ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത് പണ്ട്. അതിനുശേഷം ആനയുടെ ഇത് കണ്ട് പേടിച്ചിട്ടാണ് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വേറെ നട അടച്ച് കിഴക്കേ നടക്ക് അങ്ങോട്ട് കിഴക്കോട്ട് മാറിയിരുന്നതെന്നാണ് ഐതിഹ്യം. ആര്യങ്കാവിലമ്മ എൻ്റെ വീടിൻ്റെ അടുത്ത് സത്യപാലൻ നായരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇദ്ദേഹമൊക്കെ മരിച്ചു. ഇദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് രാത്രിയിൽ 9 മണിയാകുമ്പോൾ പുള്ളിക്കാരൻ സിനിമയിലായിരുന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആര്യങ്കാവിലമ്മയ്ക്ക് ചന്ദനത്തിരിയും എണ്ണയും കൊടുക്കും. അന്ന് വൈകുന്നേരം രാത്രിയായി വന്നപ്പോഴേക്ക് ലേറ്റായി. ഭ്രാന്തിരി 7 മണിയാകുമ്പോഴേക്ക് 8 മണിയാകുമ്പോഴേക്കൊക്കെ അടച്ചു പോകും. ഇന്ന് പണ്ടത്തെ കാലത്ത് അധികം നേരമൊന്നും ഇരിക്കില്ല. അപ്പോൾ വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ പോയി തൊഴുതു. ഇവിടെ ഗേറ്റൊന്നും ഇല്ലല്ലോ. കൊടിമരത്തിൻ്റെ അവിടെ ഒന്ന് തൊഴുതിട്ട് ഈ അമ്മയെ ഞാൻ എന്താ ചെയ്യുക, ഈ എണ്ണയും ചന്ദനത്തിരിയും കൊണ്ടുവന്ന് എന്താ ചെയ്യുക? അപ്പോൾ ഉണ്ടത്ര കൊടിമരത്തിൻ്റെ താഴെ മുഷിഞ്ഞ് തലമുടിയൊക്കെ ഇങ്ങനെ ഇതായിട്ടുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നു, വയസ്സായൊരമ്മ. അപ്പോൾ എന്താ മോനെ ചോദിച്ചു. ഞാൻ അമ്മയ്ക്ക് ആര്യങ്കാവിലമ്മയ്ക്ക് ചന്ദനത്തിരിയും എണ്ണയും കൊണ്ടുവന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അമ്മയ്ക്ക് കൊണ്ടുവന്നതല്ലേ. മോനൊരു കാര്യം ചെയ്തു, എൻ്റെ തലമുടി ആകെ നല്ലതായിരിക്കുക, അത് എൻ്റെ തലയിൽ ഒഴിച്ചോ. അപ്പോൾ അത് തലയിൽ ഒഴിച്ചു കൊടുത്തു. ഏതായാലും അമ്പലത്തിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ചന്ദനത്തിരി എന്താ ചെയ്യുക അമ്മ ചോദിച്ചു. അത് ഇവിടെ കത്തിച്ച് വെച്ചോ, എനിക്ക് കൊതു കടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ കത്തിച്ച് വെച്ചു. എന്നിട്ട് അവർ ആര്യങ്കാവിലമ്മയെ തൊഴുതിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഇമ്രാന്തിരി വൈകുന്നേരം പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ വൈകുന്നേരത്ത് ഇമ്രാന്തിരി വന്നിട്ട് പറയണം, അതേ ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ വന്ന് തുറന്നപ്പോൾ നമ്മുടെ വിഗ്രഹമൊക്കെ രാത്രി പോണ സമയത്തൊക്കെ തുടച്ച് മിനുക്കിയിട്ട് പോകും രാവിലത്തെ ഇതിന് വേണ്ടിയിട്ട് വിളക്ക് വയ്ക്കാൻ. അപ്പോൾ അന്ന് വന്നപ്പോൾ പറയാണ്, അമ്മ ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ മുഴുവൻ എണ്ണ, താഴെ ഉണ്ടത്ര ചന്ദനത്തിരി കത്തിച്ചിരിക്കുന്നത്. അത് പറയുക, ഞാനിതൊക്കെ കെടുത്തിയിട്ട് പോയതാണ്, ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല, ആരാണ് കള്ളന്മാർ വല്ലതും കയറിയതാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ സത്യപാലൻ നായർ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് പറയുക, ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് ഇമ്രാന്തിരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സത്യപാലൻ നായർ ഇങ്ങനെ ഒന്ന് പറഞ്ഞതോ അതെന്താണെന്ന്. അപ്പോൾ ഇമ്രാന്തിരി പറയുകയാണ്, ഇമ്രാന്തിരി തന്നെയാണ് പറയുകയാണ്, ഞാൻ ഇത്രയും കാലമായിട്ട് കാളീനെ പ്രവർത്തിക്കുന്നു, എനിക്ക് കാണാൻ പറ്റില്ല, സത്യപാലന് അങ്ങനെ ഒരു ഇത് കിട്ടി, ആ ദർശനം കിട്ടിയത് മനസ്സിലായില്ല, പുള്ളിക്കാരന് മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഒരു അനുഭവം പുള്ളിക്കാരൻ പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഇപ്പോഴും ഗംഭീരമായിട്ട് നടക്കും, ഗംഭീരമായിട്ട് പണ്ടത്തേക്കാരിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്.